UAE വന്നതിന് ശേഷം ഫസ്റ്റത്തെ മോർണിംഗ് ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് നല്ല ശാന്തി സമാധാനമായിരുന്നു കേട്ടോ. നല്ല സന്തോഷമായിരുന്നു. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു മോർണിംഗ് ആയിരുന്നു എന്നെ കാത്തിരുന്നത്. അവിടുന്ന് അങ്ങോട്ട് പിന്നെ പറയണ്ടല്ലോ, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളും അറിയണതല്ലേ. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്നു, നീ എന്തിനാ ഈ ഒരു സമയത്ത് ഇങ്ങോട്ട് വന്നേ, നാട്ടിൽ നിന്നാൽ പോരായിരുന്നു എന്നൊക്കെ. അതിനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാ ഈ കിടന്ന് കളിക്കുന്ന എൻ്റെ അനിയൻ്റെ വാവയാണ് കേട്ടോ. ഇവനെ നോക്കാനായിട്ടാണ് ഞാനും പ്രാണി ഇങ്ങോട്ട് വന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മോശപ്പെട്ട അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയപ്പോൾ എന്നെ എന്താ പറയുക, ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് തളർന്ന് വീഴുമ്പോൾ അല്ലെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ പോലും അറിയാതെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ ബ്രദറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവന് പറഞ്ഞാൽ തീരാത്ത അല്ലെങ്കിൽ തീർത്താൽ തീരാത്ത ഒരുപാട് കടപ്പാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവനൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് സഹായിക്കണ്ടേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, ഞാൻ വരാം. പ്രത്യേകിച്ച് പ്രാണിക്ക് സ്കൂളൊന്നുമില്ല, അപ്പോൾ പിന്നെ 2 മാസം വാവേനെ നോക്കാൻ ഞാൻ വരാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എന്താ അവർക്ക് അവരുടെ വാവേനെ നോക്കിക്കൊടുക്കുന്നത്, 2 പേരും ജോലി ചെയ്യാണ്, അറിയാമല്ലോ. അപ്പോൾ അവിടുത്തെ ഒരു ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ണിനെ നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. ഇത് പലരും ചോദിച്ചവർക്കുള്ളൊരു മറുപടി കൂടിയാണ് കേട്ടോ. ഇവിടുത്തെ ലൈഫ് ഭയങ്കര കൺജസ്റ്റഡ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ പഴയ സോഫ മാറ്റി ഒരു ബെഡ് കം സോഫ അവൻ ഞങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്യുന്നു കേട്ടോ. അന്ന് രാത്രി അവനാണ് കേട്ടോ ഞങ്ങൾക്ക് വേണ്ടി കുക്ക് ചെയ്ത് നല്ലൊരു ചിക്കൻ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ഏതോ ഒരു ഇൻഫ്ലുവൻസറിൻ്റെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. വേണമെങ്കിൽ ഇത് പിന്നീട് ഒരു റെസിപ്പി ആയിട്ട് ഞാൻ എൻ്റെ പേജിൽ ഇടാം കേട്ടോ. പിന്നെ ഇതിന് കോമ്പിനേഷൻ കുബൂസ് എന്ന് പറഞ്ഞ കാരണം കൊണ്ട് മാമനും മോളും കൂടെ കുബൂസ് വാങ്ങി വന്നു. ഞങ്ങൾ വൈകുന്നേരം അതാണ് കേട്ടോ കഴിച്ചത്. ഇനി എൻ്റെ വ്ളോഗൊക്കെ ഇങ്ങനെയായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ബൈ.